വാട്ട്സ് ഹാപ്പനിങ് റൈറ്റ് നൗ. നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ പോയ ടെക്നിക്കൽ അനാലിസിസിലൂടെ തന്നെയാണ് ഇപ്പോൾ ബിറ്റ്കോയിൻ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ എന്താണ് പറഞ്ഞത്? ഈ ബാൻഡിൻ്റെ, അതായത് ഓറഞ്ച് കളർ ബാൻഡിൻ്റെ മുകളിലായിട്ട് പ്രൈസ് നിൽക്കണം. എക്സാക്ട്ലി നിന്നു നമ്മൾ പറഞ്ഞു ഈ താഴത്തെ ടെയിൽ നമുക്ക് റിമൂവ് ചെയ്യാം, ബോഡി മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ ഈ ബാൻഡിൻ്റെ തൊട്ട് മുകളിലായിട്ട് തന്നെ ഈ പ്രൈസ് നിൽക്കുന്നത് കാണാം. എന്നിട്ട് എന്ത് ചെയ്തു? നമ്മൾ പറഞ്ഞു ഇത് സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇവിടെ ബാൻഡിന് മുകളിലായിട്ട് സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 97-98K റേഞ്ച് പോകുമെന്ന് പറഞ്ഞു. ഏകദേശം 98K റേഞ്ചിൻ്റെ ഇടയിലായിട്ട് തന്നെ ഇത് വന്നു. അവിടെ റെസിസ്റ്റൻസ് വരുന്നു. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു പോസാണ്. ഈ ഒരു ബാർ പോസ്, സെക്കൻഡ് ബാർ. സോ ഇനി എന്ത് സംഭവിക്കാം? ഇനി എന്ത് സംഭവിക്കാം എന്ന് പറയുന്നത് ഈ പോസിൻ്റെ ഒരു ക്യാരക്ടർ അനുസരിച്ചിരിക്കും. എസ്പെഷ്യലി നമ്മൾ ഇവിടുന്ന്, ഇത് ഒക്ടോബർ 1 തീയതിയത്തെ ക്യാൻഡിലാണ്. ഇത് ഡെയിലി ക്യാൻഡിലാണ് കേട്ടോ. ഓരോ ക്യാൻഡിലും ഡെയിലി ക്യാൻഡിലിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. അപ്പോൾ 1 തീയതി മുതൽ നമുക്കൊരു അപ് ട്രെൻഡ് കാണിച്ചു തുടങ്ങുന്നത് ബാൻഡ്. ഇതൊരു ഫസ്റ്റ് പവറാണ് നിങ്ങൾ കാണുന്നത്. ഒരു ഫസ്റ്റ് ലെഗായിട്ട് കൂട്ടാം. അത് കഴിഞ്ഞിട്ടൊരു ഒരു പുൾ ബാക്ക് വരുന്നു. ആ സപ്പോർട്ട് എടുത്തിട്ട് അടുത്ത ലെഗിലേക്ക് പോകുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞ ഓർമ്മയുണ്ടോ? നമ്മൾ ട്രിപ്പിന് പോകുന്നു ഇവിടം വരെ, എന്നിട്ട് അത് റെസ്റ്റ് എടുത്തിട്ട് അത് വീണ്ടും ട്രിപ്പ് ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ, ഒരു രണ്ടാമത്തെ ട്രിപ്പ് എന്ന് പറയുന്നത്, റെസ്റ്റ് എടുത്തു കഴിഞ്ഞുള്ള രണ്ടാമത്തെ ട്രിപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ ആദ്യം വന്നതിനേക്കാളും കൂടുതൽ ദൂരം സഞ്ചരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് ഇത്രയും ദൂരം, ഇപ്പോൾ ഉദാഹരണം ഇവിടുന്ന് ഇവിടം വരെ വന്നു, 8.43 വരെ വന്നു. അത് കഴിഞ്ഞ് അടുത്ത റെസ്റ്റ് എടുത്തു കഴിഞ്ഞ് 8.43 എക്സാക്ട്ലി സെയിം ഡിസ്റ്റൻസ് തന്നെ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, രണ്ടാമത്തെ റൈഡ് അതിലും കൂടുതൽ സഞ്ചരിക്കാം. മനസ്സിലാവും? ഏകദേശം ഞാനിപ്പം അതിലും കൂടുതലാവുകയാണെന്നുണ്ടെങ്കിൽ നോക്കി ഒരു 100,000 ഹിറ്റ് ചെയ്യാം. അതിലും കൂടുതൽ ആക്ച്വലി സ്റ്റാറ്റിസ്റ്റിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ടാമത്തെ ലെഗ് അല്ലെങ്കിൽ രണ്ടാമത്തെ ട്രിപ്പ് ഈ ട്രിപ്പിനെക്കാട്ടിലും കൂടുതൽ സഞ്ചരിക്കാൻ സാധ്യതയുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അതൊന്ന്. രണ്ട്, അത് ഈ സഞ്ചാരം എന്ന് പറയുന്നത് ഒരു പോസോ അങ്ങനെ ഒത്തിരി വലിയ, അതായത് ഇത്രയും വലിയ പോസോ ഒന്നും കൂടാതുള്ളൊരു സഞ്ചാരമായിരിക്കും ഞാനീ പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അതായത് ഇവിടെ വന്ന് 1-2 ബാറും കൂടെ ഇങ്ങനെയൊക്കെ പോസ് ചെയ്തിട്ട് അടുത്ത രീതിയിലേക്ക് പോകുന്നു. ഒരു ഹ്യൂജ് പോസ് എന്ന് പറയുകയാണെങ്കിൽ സൈഡ് വേസിലേക്ക് കുറേ ഇങ്ങനെ പോയിട്ട് പിന്നീട് പോകുന്നത്. സൈഡ് വേസിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഈ സെക്കൻഡ് ലെഗിൽ സൈഡ് വേസിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഹ്യൂജ്. വാട്ട് ഐ മീൻ ഈസ്, അത് സൈഡ് വേസിലേക്ക് പോയി കഴിഞ്ഞ് 2 കാര്യങ്ങളവിടെ സംഭവിക്കും. ഇങ്ങനെ സൈഡ് വേസിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ 2 കാര്യങ്ങളവിടെ സംഭവിക്കും. ഒന്നെങ്കിൽ ഇവിടെ നിന്ന് ഇത് എക്സ്പ്ലോഡ് ചെയ്ത് പോകും, അറൗണ്ട് 200 മൂവിങ് അവറിലേക്ക് തന്നെ നമുക്ക് എത്താം. അല്ലെങ്കിൽ ഇതൊരു ട്രാപ്പായിട്ട് മാറ്റിയിട്ട് നേരെ തിരിച്ചു വരാം. മനസ്സിലാകും? ഈ 2 കാര്യങ്ങൾ സംഭവിക്കത്തുള്ളൂ അങ്ങോട്ട് യൂഷ്വലി. അപ്പോൾ ഈ രണ്ടിനകത്ത് ഏതാണ് കൂടുതൽ സംഭവിക്കാൻ ചാൻസ് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പായിരിക്കും. കാരണം നമ്മൾ ഈ ഒരു സ്ട്രെങ്തിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഒരു കൺസോൾട്ടേഷൻ, ഒരു വലിയൊരു പോസ് ഇങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ ഇത് കൂടുതലും അപ് ട്രെൻഡ് പോകാനാണ് ചാൻസ്. പക്ഷേ ഇത് ട്രാപ്പായിട്ടും, ഒരു ഹ്യൂജ് ട്രാപ്പായിട്ടും. ഞാൻ പറയുന്നത്, ഇവിടുത്തെ സഞ്ചാരം എന്ന് പറയുന്നത് പവർഫുള്ളായിരിക്കും. ഇങ്ങോട്ടും അപ്പാന്നും ഡൗൺ ആണെങ്കിൽ അതിൻ്റെ സഞ്ചാരം ഭയങ്കര ശക്തമായിട്ടായിരിക്കും. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ ക്വൈറ്റ് നോർമലായിട്ട് തന്നെ കാണുന്നു. ഇപ്പോൾ ഉദാഹരണം, ഇത്രയും വലിയൊരു ബാർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ സ്റ്റോക്ക് ഒന്ന് റെസ്റ്റ് എടുക്കുന്ന പീരീഡുണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും യാത്ര ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ രണ്ടാമത്തെ ലെഗ് കുറച്ച് ദൂരം യാത്ര ചെയ്യാം ഈ ഒരു ലെഗിനെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ നമ്മൾ ഈക്വലി യാത്ര ചെയ്തിട്ടുണ്ട്. സാധാരണ ഇങ്ങനെ ഒരു പുൾ ബാക്ക് വരുമ്പോൾ, എസ്പെഷ്യലി നമ്മൾ ഈ കാണുന്ന വലിയ റൈഡിൻ്റെ ഏകദേശം പകുതിക്കൊക്കെ വെച്ചിട്ട് സപ്പോർട്ട് എടുത്തിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ മുകളിലായിട്ട് ഈ ഭാഗത്തേക്കായിട്ട് ഈ ഒരു ഏരിയ സോണിൽ വെച്ച് സപ്പോർട്ട് എടുത്ത് തിരിച്ച് മുകളിലോട്ട് പോകുന്നത്, ന്യൂ ഹൈയിലോട്ട് പോകുന്നത്, നമ്മൾ ലെഫ്റ്റിൽ കാണുന്ന അതേ അത്രയും ദൂരം തന്നെ സഞ്ചരിക്കും. ഒന്നും കൂടെ ക്ലിയർ ചെയ്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ വന്നത് അത്രയും ദൂരം തന്നെ സഞ്ചരിക്കും. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭൂരിഭാഗം സമയങ്ങളിലും, അല്ലെങ്കിൽ 10-6 തവണ ഇത് ഈ ഒരു ലെഫ്റ്റിലുള്ള ഒരു ജേർണിയെക്കാട്ടിലും ട്രിപ്പിനെക്കാട്ടിലും കൂടുതൽ പോകും. ഓക്കെ, ഇതിപ്പോൾ ഇങ്ങോട്ടാണോ പോകുന്നത്, അല്ല ഇത് സൈഡ് പോയിട്ട് ശക്തമായിട്ട് തിരിച്ചു പോകാനാണോ, അല്ലെങ്കിൽ ട്രാപ്പിലേക്ക് പോകാനോ എന്നറിയത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? അല്ലെങ്കിൽ വേറൊരു കാര്യം സംഭവിക്കുന്നത്, ഇതേപോലെ തന്നെ ഓക്കെ,
ഇതേപോലെ തന്നെ താഴോട്ട് വന്നിട്ട് ഇവിടെ വീണ്ടും ബാൻഡിൽ സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും ഇങ്ങനെ പോകാം. അപ്പോൾ എന്താണ് ഈ പോസ് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകത്തില്ല. അപ്പോൾ ഈ പോസ് എന്ന് പറയുന്നത് എന്തൊക്കെയാകാം, ചെറിയൊരു പോസ് വന്നിട്ട് തിരിച്ചു പോകാം, അല്ലെങ്കിൽ നമ്മൾക്ക് കറക്റ്റായിട്ടൊരു നല്ലൊരു ലോങ് ഒരു പോസ് വന്നിട്ട് നല്ല ശക്തിയുമായിട്ട് തിരിച്ച് കയറി പോകാം, അല്ലെങ്കിൽ ഒരു ട്രാപ്പായിട്ട് മാറാം, അല്ലെങ്കിൽ ഒരു പുൾ ബാക്ക് വന്നിട്ട് ഇത് പോകാം. ഇതിൽ ഏതെങ്കിലും ഒന്ന് സംഭവിക്കും. പക്ഷേ ഇവിടെ നമുക്കിതിനകത്ത് ഏത് സംഭവിക്കുമെന്ന് പറയാൻ ഒക്കത്തില്ല. ഇതാകാം, അല്ലെങ്കിൽ ഈ പറയുന്ന ട്രാപ്പാകാം, ഒക്കെ എന്തുമാകാം. അപ്പോൾ നമ്മൾ ഇത്രയും ഈ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഈ ജേർണി. നമ്മൾ വിചാരിച്ച പോലെ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്ന് റീക്യാപ്പ് ചെയ്യാം. ഈ ഒരു ബാർ വന്നപ്പോൾ, അതായത് നമ്മുടെ ഈ വർഷത്തെ ഫസ്റ്റ് ക്യാൻഡിൽ വന്നപ്പോൾ നമുക്കിവിടെ ഒരു ഓറഞ്ച് ബാൻഡ് കിട്ടി. അതായത് അപ് ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഇനിഷ്യൽ സിഗ്നൽ കിട്ടുന്നു. അത് കഴിഞ്ഞ് ഞാൻ പറയുന്നു നമുക്കൊരു സോൾഡ് ആയിട്ടുള്ളൊരു ബാർ വേണമെന്ന് പറയുന്നു. പക്ഷേ സോൾഡ് ആയിട്ടുള്ളൊരു ബാർ നമുക്ക് കിട്ടുന്നില്ല. കാരണം ഈ ഒരു ടെയിൽ എനിക്കൊരു കൺസേൺ ആയിട്ട് തോന്നി. കാരണം ഈ ഒരു ബോഡിയെക്കാട്ടിലും ഈ ബോഡിയുടെ മുക്കാലോളം വരുന്ന ഈ പൂർണ്ണമായിട്ട് കളർ ചെയ്തേക്കുന്നതാണ് ഞാൻ ബോഡി എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ ടെയിൽ എന്ന് പറയുന്നത് ഈ ബോഡിയുടെ മുക്കാലോളം വരുന്ന സൈസ് വരുന്നൊരു ടെയിലാണ്. അത് നമുക്ക് സോൾഡ് ബാർ കിട്ടുന്നില്ല. ഈ ഒരു ബാർ അത് കഴിഞ്ഞ് ഈ ഒരു ബാർ കിട്ടുന്നു, അത് കഴിഞ്ഞ് ഈ ഒരു ബാർ കിട്ടുന്നു. അപ്പോൾ ഈ 3 ബാറും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കൊരു സോൾഡ് ബാർ കിട്ടുന്നുണ്ട്. പക്ഷേ എനിക്കത് ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ എനിക്ക് ഇതുപോലെ ഒരു സോൾഡ് ബാർ കിട്ടണമായിരുന്നു. പക്ഷേ നമുക്ക് താമസിച്ചാലും ഈ ഒരു സോൾഡ് ബാർ കിട്ടുന്നു. അപ്പോൾ ഇവിടുത്തെ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് ബാൻഡിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഒരു സോൾഡ് ബാർ കിട്ടുന്നതും, അതായത് ഇങ്ങനെ ഒരു സോൾഡ് ബാർ കിട്ടുന്നതും, കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് സോൾഡ് ബാർ കിട്ടുന്നതും, അതിൻ്റെ ഒരു അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു സോൾഡ് ബാർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റൈഡ് കുറച്ചും കൂടെ മനോഹരമായിട്ട് നടക്കും. ഈ 1, 2, 3 ബാർ കഴിഞ്ഞ് 4ാമത്തെ ആണ് വലിയ ബാർ. അതൊരു എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള ഒരു ബാർ. അതായത് ഇവിടുന്ന് യാത്ര തുടങ്ങിയിട്ട് അവസാനം ഒന്ന് വലിഞ്ഞ് പോകുന്നൊരു യാത്രയാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇവിടെ ഒരു പോസ് വരാൻ ചാൻസ് ഉണ്ട് എന്നൊരു ഇത് പറഞ്ഞത്. അപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്ക് ഈ ഒരു ബാൻഡിൻ്റെ മുകളിൽ സോൾഡായിട്ട് ബാർ കിട്ടണം. ആ ബാർ നമുക്ക് കിട്ടുന്നില്ല. പക്ഷെ നമ്മൾ ഈ 3 ബാറും ജോയിൻ ചെയ്തിട്ട് നമ്മളത് ഓക്കെ ആണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നമുക്കൊരു വലിയ ബാർ കിട്ടി. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇനി ഒരു പുൾ ബാക്ക് ഏത് രീതിയിലുള്ള പോസാണ് നമുക്ക് കിട്ടുന്നതെന്ന് അറിയത്തില്ല, അല്ലേ? ഏത് രീതിയിലുള്ള പോസാണ് നമുക്ക് കിട്ടുന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ നമുക്കെന്ത് കിട്ടി? ഈ രീതിയിലുള്ള ഒരു പുൾ ബാക്ക് പോലുള്ള പോസ് നമുക്കിവിടെ കിട്ടിയപ്പോൾ ഞാനെന്ത് പറഞ്ഞു, ആ പോസ് ഒരിക്കലും ഈ ബാൻഡിനെ ക്രാക്ക് ചെയ്യരുത്. അതായത് നമ്മുടെ ഈ ഓറഞ്ച് ബാൻഡിന് താഴെയായിട്ട് ഒരു സോൾഡ് ബാർ ഓപ്പൺ ചെയ്യുകയും ഇങ്ങനെ ക്ലോസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കണ്ട പവർ ഇല്ലാതായി മാറും. എന്നിട്ട് നമ്മളെന്ത് പറഞ്ഞു, ഈ ബാൻഡിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ഈ ബാൻഡിൻ്റെ ഇവിടം വരെയോ ക്യാൻഡിലിന് വരാം, സോൾഡ് ആയിട്ടുള്ള ബോഡി വരാം, അല്ലേ? പക്ഷേ ഏറ്റവും പ്രിഫറബിൾ ആയിട്ടുള്ളത് ഈ ബാൻഡിൻ്റെ മുകളിലായിട്ട് നിൽക്കുന്നതാണ്. എക്സാക്ട്ലി മുകളിലായിട്ട് വരുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു നമ്മുടെ ഈ ഒരു ക്യാൻഡിലിൻ്റെ ടെയിൽ നമുക്ക് പ്രസക്തമല്ല. ടെയിൽ ഇവിടെ പ്രസക്തമല്ല. പക്ഷേ ബോഡി വന്നിങ്ങനെ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ബോഡിയും അത്രയും വന്നിട്ടില്ല. പിന്നീട് എന്ത് സംഭവിച്ചു? ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇവിടെ സപ്പോർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ന്യൂ ഹൈ പോവും. ഇവിടെ ഇങ്ങനെ സപ്പോർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 97K അല്ലെങ്കിൽ 98Kയിലേക്ക് നമ്മൾ പോകും എന്ന് പറഞ്ഞു. ഈ 97, 98 ഞാൻ എടുത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ പവറിൻ്റെ അത്രയും തന്നെ ഇവിടെ വെച്ച് സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ പോകും. ആ കാൽക്കുലേഷൻ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു റേഞ്ച് നിങ്ങളോട് പറഞ്ഞത്. അതൊരു ആവറേജാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു സെക്കൻഡ് ലെഗ് കൂടുതൽ പോകാനൊക്കും, ഇത്രയൊക്കെ പോകാം. ഈ ഒരു ലെഗിനേക്കാളും കൂടുതലുണ്ട്. അപ്പോൾ ഈ ഒരു ലെഗിൻ്റെ ഒരു ആവറേജ് ഞാൻ എടുത്തു. അപ്പോൾ അത് ഈസിയാണ് ഹിറ്റ് ചെയ്യാൻ എന്നിട്ട്. അപ്പോൾ ഇത് ബാക്കിയുണ്ടായിരിക്കാം. ഇത് ബാക്കിയുണ്ടെങ്കിൽ ഏകദേശം 100,000ലേക്ക് ഈ ഒരു 100,000ലേക്ക് റേഞ്ചിലേക്കൊക്കെ പോകും. ഓക്കെ, അതല്ല ഇവിടെ നിന്നിങ്ങനെ കൺസോൾട്ടേറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു 200 മൂവിങ് അവറിൻ്റെയൊക്കെ അടുത്തായിട്ട് 105ലേക്കൊക്കെ പോകും. ഇത്രയാണ് നമ്മുടെ ഡെയിലിയിലെ കാൽക്കുലേഷൻ. പക്ഷേ ഇതെല്ലാം ഒരു ട്രാപ്പായി മാറാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോഴും വീക്ക്ലിയിൽ ഈ ഡൗൺ ട്രെൻഡ് ബാൻഡിൻ്റെ താഴെയാണ്. ഇതെപ്പോൾ വേണമെങ്കിലും കറങ്ങി തിരിഞ്ഞ് ഒരു ബീരിഷായിട്ട് ഇവിടെ ഒരു ബീരിഷായിട്ട് പോകാം. മനസ്സിലാകും. അതുകൊണ്ട് വീക്കിലിയിൽ ഇപ്പോഴും നമ്മൾ ഒരു അപ് ട്രെൻഡിലേക്ക് നമ്മൾ വന്നിട്ടില്ല. വീക്കിലി ഒരു അപ് ട്രെൻഡ് നമുക്ക് വരണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? നിങ്ങൾക്ക് പറയാം, ഈ ബാൻഡിൻ്റെ കളർ ചേഞ്ച് ചെയ്തിട്ട് ഓറഞ്ച് ആകണം. അതുകൂടാതെ നമുക്ക് ഈ ബാൻഡിൻ്റെ മുകളിലായിട്ട്
ഒരു സോൾഡ് ബാർ വീക്ക്ലി ക്യാൻഡിൽ വേണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന വീക്ക്ലിയിലും അപ് ട്രെൻഡ് തുടങ്ങും. അപ്പം ഡെയിലിയിൽ അപ് ട്രെൻഡായി, വീക്ക്ലിയിലും അപ് ട്രെൻഡായി. അതൊരു ബുള്ളിഷ് സിഗ്നലിലേക്കുള്ളൊരു സൂചനയാണ്. മനസ്സിലായോ? അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ ഈ പറയുന്ന ബാൻഡിനെ ക്രാക്ക് ചെയ്യരുത്. നമ്മൾ ഡെയിലിയിൽ കണ്ട പോലെ ഈ ബാൻഡിനെ ക്രാക്ക് ചെയ്യാതെ ഈ ബാൻഡിൽ സപ്പോർട്ട് എടുത്തിട്ട് പിന്നീട് ഈ ന്യൂ ഹൈ ക്രാക്ക് ചെയ്യണം. മനസ്സിലായോ? അപ്പോൾ ഈ ന്യൂ ഹൈയുടെ ഇവിടെയും ഒരു ചെറിയൊരു ട്രാപ്പുണ്ട്, ഒരു മേജർ ട്രാപ്പുണ്ട്. അത് കടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഡൺ. ആക്ച്വലി വി ആർ ഇൻ എ ബുൾ മാർക്കറ്റ്. അപ്പം വീക്കിലിയിൽ ഇതെല്ലാം ഇപ്പോഴും നമ്മളൊരു സംശയത്തിൻ്റെ നിഴലിലാണ്. പക്ഷേ ഡെയിലിയിൽ ഞാനീ പറഞ്ഞ പോലെ ഡെയിലിയിലൊക്കെ ഏകദേശം 107, 108 ഒക്കെ വരുമ്പോൾ ഈ പറയുന്ന 200 മൂവിങ് ആവറിൻ്റെ എബോവ് ഒക്കെ സഞ്ചരിച്ച് നിൽക്കുമ്പോൾ നമ്മൾ ഏകദേശം ഒരു ബുള്ളിലേക്ക് കയറുന്നതായിട്ടുള്ള സൂചന നമുക്ക് കിട്ടും. ഇപ്പോൾ മനസ്സിലാകും. അപ്പോൾ ഇതേവരെ ഓക്കെയാണ്, ഡെയിലിയിൽ ഓക്കെയാണ്, വീക്കിലിയിൽ ബീറിഷാണ്, മന്ത്ലിയിലും ബീറിഷാണ്. മനസ്സിലാകും. ഈ ഒരു വലിയൊരു ക്യാൻഡലിൻ്റെ ഏകദേശം മുകളിലായിട്ട് അല്ലെങ്കിൽ ഈ ഒരു ക്യാൻഡലിനെ കവറപ്പ് ചെയ്ത് മുക്കാലോളം തിരിച്ച് കയറുമ്പോൾ മാത്രമേ ഉള്ളൂ മന്ത്ലിയിൽ നമുക്കൊരു പോസിറ്റീവിലേക്ക് കയറുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഡെയിലിയിൽ മാത്രമേ ഉള്ളൂ പോസിറ്റീവായിട്ട് കാണുന്നത്. അതൊരു വലിയൊരു സൈനല്ല, എയർലി സൈനാണ്, വളരെ എയർലി ആയിട്ടുള്ളൊരു സൈനാണ്. വേറൊരു വലിയ ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിറ്റ്കോയിൻ്റെ ETF അറൗണ്ട് $1.7 billion ഒരു $7.1 billion ഇൻഫ്ലോ വരുന്നുണ്ട്. ഇത് നമുക്ക് 1-ാം തീയതി ഈ ഒരു തുടങ്ങിയ സമയത്ത് നമുക്ക് ഏകദേശം $1.2 billion നമുക്ക് കിട്ടിയിരുന്നു, $1 billion ഇൻഫ്ലോ. പക്ഷേ അതുപോലെ തന്നെ അത്രയും അതിൻ്റെ ഭൂരിഭാഗവും തിരിച്ച് അതിറങ്ങി. ഇപ്പോൾ വീണ്ടും അറൗണ്ട് 1.7 billion ഇൻഫ്ലോ വന്നിട്ടുണ്ട് ഈ 3 ദിവസം കൊണ്ട് ഹെവി ആയിട്ട്. ഇതുണ്ട് ഓൾമോസ്റ്റ് 1 billion ഇൻ എ ഡേ, 1 billion. അപ്പോൾ ഇതേപോലെ ഈ ഒരു മാസം പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളീ പറഞ്ഞ പോലെ 105, 107 റേഞ്ചിൻ്റെയൊക്കെ ബ്രേക്ക് ചെയ്ത് പോകും. അങ്ങനെ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീക്കിലിയിൽ നമ്മൾ ബുള്ളിഷിലേക്ക് മാറും. മനസ്സിലാകും. അപ്പോൾ ഇത് ഈ പറയുന്ന പോലെ തിരിച്ച് എടുത്തുകൊണ്ട് ഫിയർ അല്ലെങ്കിൽ അൺസർട്ടനിറ്റി വരുമ്പോൾ തിരിച്ചെടുത്തുകൊണ്ട് പോകും. ഈ കയറുന്നതും പോകുന്നതും ഫണ്ട് ദേ ആർ ലുക്കിംഗ് ഫോർ മേക്കിംഗ് സം പ്രോഫിറ്റ്, മേക്കിംഗ് സം ഡോളർ. അപ്പോൾ എല്ലാവരും ETF-ൽ കയറുന്നത് ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആകണമെന്നില്ല. സേഫ് അല്ലെന്ന് തോന്നുമ്പോൾ അവർ പുൾ ഔട്ട് ചെയ്യാറുണ്ട്. ഓക്കെ, സോ അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു ടെക്നിക്കൽ അനാലിസിസ്. ഗൈസ്, ഞാൻ എപ്പോഴും പറയുന്നത് നമ്മുടെ ബിറ്റ്കോയിൻ്റെ ഒരു 130, 130K പോകുമോ അല്ലെങ്കിൽ 150K പോകുമോ അല്ലെങ്കിൽ 200K പോകുമോ എന്നുള്ള ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ല. ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലോകത്തിലെ ഏറ്റവും നല്ലൊരു അസറ്റിനെ ഫൈൻഡ് ചെയ്യുക. അതിനെ എങ്ങനെ ഫൈൻഡ് ചെയ്യുന്നത്? പ്രീവിയസ് 10 കൊല്ലങ്ങളിൽ അതിൻ്റെ പെർഫോമൻസ് നോക്കുക. അപ്പോൾ ലോകത്തിലെ ഏറ്റവും നല്ല പെർഫോമൻസ് ഉള്ള അസറ്റ് അതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാ അസറ്റിനേക്കാളും കൂടുതൽ പെർഫോമൻസ് തരുന്നുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് പ്രൊജക്റ്റ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത 15 കൊല്ലം ഇതെങ്ങനെ പോകും? ഇതുപോലെ തന്നെ പെർഫോമൻസ് കാഴ്ച നൽകുമോ? അതായത് ഞാൻ പറഞ്ഞ ഡിറക്ഷൻസ്. ഇതിൻ്റെ ഇടയിൽ പ്രൈസ് റേഞ്ചുകൾക്ക് പ്രാധാന്യമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിറക്ഷൻസ് മാത്രം റൈറ്റ് ആയാൽ മതി. നിങ്ങൾക്ക് ഡയറക്ഷൻ റൈറ്റ് അല്ലെങ്കിൽ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, എനിവേ ബിറ്റ്കോയിൻ ഈസ് ഗോയിങ് ടു ഹിറ്റ് 1 million. ദാറ്റ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ടുഡേ ഓർ ടുമാറോ. ഇറ്റ് വിൽ ഹാപ്പൻ. ഡയറക്ഷനാണ് പ്രധാനം. ഇറ്റ്സ് ഗോയിങ് ടു 1 million ആൻഡ് എബോവ്. അപ്പോൾ ആ ഒരു ഡയറക്ഷൻ നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു വർക്ക് ടുവേഡ്സ് ഇറ്റ്. അപ്പോൾ മേ ബി ഇറ്റ് ക്യാൻ ഹിറ്റ് ഇൻ 5 to 6 years. ഏകദേശം 30 അല്ലെങ്കിൽ പോട്ടെ 30 തൊട്ട് 33 അകത്ത് 1 million ഹിറ്റ് ചെയ്യുന്നിരിക്കട്ടെ. 1 million. അപ്പോൾ ഇനിയിപ്പോൾ എത്ര വർഷങ്ങളുണ്ട്? 8 കൊല്ലം, 8 years. നിങ്ങൾ ഓർക്കുന്നുണ്ടോ 2020 പാൻഡമിക് ആയിട്ടുള്ള സമയം? എനിക്കത് ഇന്നലെ നടന്നതുപോലെയാണ് തോന്നുന്നത്. പാൻഡമിക് നടന്ന ആ പ്രശ്നങ്ങളെല്ലാം ഇന്നും എനിക്ക് ഇന്നലെ നടന്ന പോലെ, ഈയിടയ്ക്ക് നടന്ന പോലെ തോന്നുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ 5 കൊല്ലം കഴിഞ്ഞു, 5 years. ഇത് 2026. ഇത് ഫാസ്റ്റായിട്ട് പോയെന്ന് ഓർമ്മയുണ്ടോ? നിങ്ങൾക്ക് പലർക്കും അത് ഫീൽ ചെയ്യും. ഞാൻ പറയുന്നത് 8 years. അത് വളരെ ഫാസ്റ്റായിട്ട് തന്നെ മാറും. അപ്പം നിങ്ങൾക്ക് കിട്ടിയേക്കുന്നത് 8 years കിട്ടിയിട്ടുണ്ട് മുന്നിൽ. 8 കൊല്ലം നിങ്ങളുടെ മുന്നിൽ കിട്ടിയിട്ടുണ്ട്. സോ ഐ സ്ട്രോങ്ലി ബിലീവ് ഇറ്റ് വിൽ ഹിറ്റ് 1 million. അത് ആർക്കൊന്നും പറയാൻ ഒക്കത്തില്ല. ഇറ്റ് ക്യാൻ ഹിറ്റ് 2 million, 3 million. പക്ഷേ മേ ബി 500K, ഹൂ നോസ്. പക്ഷേ ഡയറക്ഷണലി റൈറ്റ്. ബട്ട് വി ആർ ഡയറക്ഷണലി റൈറ്റ്.
ഇറ്റ്സ് ഗോയിങ് അപ്പ് എനിവേ. അപ്പോൾ ലൈഫ് ചേഞ്ച് ചെയ്യാൻ നിങ്ങൾക്ക് ഡയറക്ഷൻസ് കിട്ടുക. ഓക്കെ, ഇറ്റ്സ് ഗോയിങ് അപ്പ്, സോ ഐ നീഡ് ടു പ്രിപ്പയർ. യു ഹാവ് 8 years. ഇറ്റ് ക്യാൻ ഗോ 1 million. 1 million പോവും എന്ന് ഈസി ആയിട്ട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബിറ്റ്കോയിൻ ഇത്രയും നാൾ നമുക്ക് ഒരു വളരെ നല്ലൊരു പെർഫോമൻസ് തന്നിട്ടുണ്ട്. അതായത് കഴിഞ്ഞ വർഷം നിങ്ങൾക്കറിയാം, നമുക്ക് വെറും 6% താഴോട്ട് പോയി. അതിന് മുന്നിലത്തെ കൊല്ലം 2024 121%, 155%. ഇത് ബിയർ മാർക്കറ്റാണ്. 155ഉം 121%. അതായത് ഏകദേശം ആവറേജ് ഗ്രോത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 100% 100%, 100-120% ആവറേജ് ഗ്രോത്ത് തരുന്നുണ്ട്. ആവറേജ് ഇയർലി ഗ്രോത്ത് ഒരു കേഗറിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ 50-80% 50%-ൻ്റെ 80%-ൻ്റെ അകത്ത് ഇത്രയും നാളായിട്ട് ബിറ്റ്കോയിൻ തരുന്നുണ്ട്. ഇനി അല്ല, ഇത്രയൊന്നും ഇനി കിട്ടില്ല. വെറും 30% വീതമാണ് ബിറ്റ്കോയിൻ ഗ്രോ ചെയ്യുന്നതെങ്കിൽ അറൗണ്ട് 32 അല്ലെങ്കിൽ 33 ആകുമ്പോഴത്തേക്ക് ബിറ്റ്കോയിൻ 1 million ഹിറ്റ് ചെയ്യും. അതായത് ഞാനീ പറഞ്ഞത്, ബിറ്റ്കോയിൻ ഇത്രയും നാൾ തന്ന ഗ്രോത്ത് ഇനിയില്ല. ഇനി ഏകദേശം വർഷം 30% വീതം തരുന്നുള്ളെന്ന് വിചാരിക്കുക. നമുക്ക് വർഷം ഏകദേശം തന്നുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 180-120% പോയിട്ടുണ്ട് ആവറേജ്. കൺസിസ്റ്റൻ്റായിട്ട് ഇതുവരെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത്, ഇത് ആവറേജ് ആനുവൽ ഗ്രോത്താണ്. കേഗർ എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ കാൽക്കുലേഷൻസ് ഡിഫറെൻ്റ് ആണ്. കുറച്ചും കൂടെ സ്മൂത്തായിട്ടുള്ള, കുറച്ചും കൂടെ റിയാലിറ്റി വരുന്ന സംഭവമാണ്. അത് ഏകദേശം ഈ പറയുന്ന 50-80 അകത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഈ കേഗർ 30ലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത 10 കൊല്ലം, അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കണക്ക് 8 കൊല്ലമാണ്, അടുത്ത 10 കൊല്ലം 30%. അത് ഭയങ്കര പോസിബിളാണ്. പക്ഷേ ബിറ്റ്കോയിൻ്റെ ഈ യാത്ര അനുസരിച്ച്, അല്ലെങ്കിൽ ബിറ്റ്കോയിൻ്റെ ഈ പെർഫോമൻസ് അനുസരിച്ച് വളരെ കൺസർവേറ്റീവാണ്. അപ്പോൾ 30% എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ ഈസി ആയിട്ട് ബിറ്റ്കോയിൻ അച്ചീവ് ചെയ്യാൻ നോക്കും. അപ്പോൾ ഇനി അടുത്ത ഈ 8-9 കൊല്ലം അല്ലെങ്കിൽ 10 കൊല്ലം ബിറ്റ്കോയിൻ 30% പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പീരീഡിൽ 1 million ഹിറ്റ് ചെയ്യും. കാൽക്കുലേഷൻ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞ ഈ ഡയറക്ഷൻസ് നമുക്കറിയാൻ പോകുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? യു ഹാവ് ടു സ്റ്റാക്ക് സോ ഹാർഡ്. കാരണം സ്റ്റാക്ക് ചെയ്യുക, 1 million ഹിറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യണം. മനസ്സിലായോ? യു ഹാവ് ഇനഫ് ബിറ്റ്കോയിൻ. ലൈഫ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? യു ഹാവ് ഇനഫ് ബിറ്റ്കോയിൻ. അതല്ല, ഇനഫ് 1 million എത്തിയിട്ടും ഇറ്റ്സ് നത്തിങ് ഹാപ്പനിങ് മീൻസ് ഇറ്റ്സ് സോ സാഡ് മാൻ. നമുക്കറിയാം ഇത് 1 million എത്തുമ്പോൾ നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യണം. അതിനുള്ള പ്രിപ്പറേഷൻ നിങ്ങൾക്ക് ഇപ്പോൾ വേണം. ഇപ്പം നാളെ 1 million ഇപ്പോൾ അടുത്ത കൊല്ലം 1 million എത്തുവാണെങ്കിൽ വി ലൂസ്. ബിറ്റ്കോയിൻ അത്യാവശ്യം കൈവശമില്ലാത്തവരെന്ത് ചെയ്യും? അവർക്ക് അപ്പോൾ എന്തായിരിക്കും അവർ മനസ്സിലൂടെ പോകുന്നത്? നമുക്ക് ചെയ്യേണ്ടിയിരുന്നു അല്ലേ? പക്ഷേ ഇപ്പം നമുക്ക് അതിന് മുന്നിൽ ഒരു 8 കൊല്ലം ഉണ്ടെന്നിരിക്കട്ടെ. യു ഹാവ് ടു വർക്ക് ഫോർ ഇറ്റ്. ദിസ് ഇസ് വളരെ ബേസിക് ആയിട്ടുള്ള ലോജിക്കാണ്. ഇതാരും ആലോചിക്കാറില്ല. ഇത് വളരെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എത്ര പേര് ഇത് ആലോചിക്കുന്നുണ്ട്? ഇവിടുന്ന് 1 million എത്തണമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ജസ്റ്റ് ഇതേപോലത്തെ ഒരു ക്യാൻഡിൽ, ജസ്റ്റ് 1 candle. എന്താണ് ഇതേപോലത്തെ ഒരു ക്യാൻഡിൽ 1 million ആയി. മനസ്സിലാകും. സോ വർക്ക് ഓൺ ദാറ്റ്. അതിന് കൂടെ എന്താണെന്ന് പഠിക്കാൻ ശ്രമിക്കുക. ഇതെന്താണെന്ന് ഒരു വ്യക്തത എനിക്ക് നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ തരാനൊക്കും. എനിക്ക് നിങ്ങളെ ഒന്ന് ഗൈഡ് ചെയ്യാനൊക്കും. അതിനപ്പുറം ഇതിനെക്കുറിച്ച് സമയമെടുത്തിരുന്ന് അന്വേഷിച്ച് കണ്ടെത്തേണ്ട കാര്യങ്ങളുടെ ചുമതല നിങ്ങൾക്കാണ്. അത് നിങ്ങളായിട്ടുള്ള ഡ്യൂട്ടി നിങ്ങൾ ചെയ്യുക. എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങളെ സഹായിക്കാനേ എനിക്കൊക്കത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? സോ ഗൈസ്, ടേക്ക് കെയർ. ബൈ.